നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സിമ്മട്രിക് കീ ഡിസ്ട്രിബ്യൂഷൻ യൂസിങ് അസിമെട്രിക് എൻക്രിപ്ഷൻ ആണ്. മുമ്പത്തെ നമ്മൾ നേരത്തെ പഠിച്ച എന്തായിരുന്നു? സിമെട്രിക് കീ ഡിസ്ട്രിബ്യൂഷൻ യൂസിങ് സിമെട്രിക് എൻക്രിപ്ഷൻ. ഇവിടെ അസിമെട്രിക് എൻക്രിപ്ഷൻ ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ സിമെട്രിക് എൻക്രിപ്ഷൻ ആണ്, അതായത് സെയിം കീ തന്നെയാണ് നമ്മൾ ഷെയർ ചെയ്ത് യൂസ് ചെയ്യുക. ഇവിടെ എങ്ങനെയാണ്? അസിമെട്രിക് എൻക്രിപ്ഷൻ ആണ്, അതായത് ഇവിടെ രണ്ട് കീ വരും, പ്രൈവറ്റ് കീ വരും, പബ്ലിക് കീ വരും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇതിനകത്ത് നമുക്ക് പഠിക്കുവാനുള്ളത് ഒരു പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം യൂസ് ചെയ്തിട്ട് സീക്രട്ട് കീയെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സിമെട്രിക് കീ എന്ന് വെച്ചാൽ എന്താണ്? സീക്രട്ട് കീ തന്നെയാണ്. സിമെട്രിക് കീ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞേ? യൂസിങ് അസിമെട്രിക് എൻക്രിപ്ഷൻ, അല്ലെങ്കിൽ പബ്ലിക് കീയും പ്രൈവറ്റ് കീയും യൂസ് ചെയ്യുന്നതാണ് അസിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കോമൺ ആയിട്ട് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി എന്നും പറയും. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമെട്രിക് കീയെ ഒരു പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 2-3 രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തേതാണ് സിമ്പിൾ സീക്രട്ട് കീ ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇവിടെ എല്ലാം ഓർത്തോണം. സിമെട്രിക് എൻക്രിപ്ഷൻ ആണെങ്കിൽ അവിടെ സീക്രട്ട് കീ ഒറ്റ കീയേ ഉള്ളൂ. അസിമെട്രിക് എൻക്രിപ്ഷൻ ആണെങ്കിൽ 2 കീസ് വരും. അപ്പോൾ ഇവിടെ ഒന്നാമത്തേതാണ് സിമ്പിൾ സീക്രട്ട് കീ ഡിസ്ട്രിബ്യൂഷൻ. സിമ്പിളായിട്ട് നമുക്കൊരു സീക്രട്ട് കീ അസിമെട്രിക് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കേസ് എയ്ക്ക് ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എയ്ക്ക് ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അസിമെട്രിക് എൻക്രിപ്ഷൻ സ്കീം യൂസ് ചെയ്തിട്ട് താഴെ പറയുന്ന സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എയ്ക്ക് ആവശ്യമുള്ള 2 കീസ്, ഇവിടെ നമ്മൾ പറഞ്ഞു അസിമെട്രിക് എൻക്രിപ്ഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ എയ്ക്ക് ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എ എന്ത് ചെയ്യണം? എയ്ക്ക് ആവശ്യമുള്ള 2 കീസ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ഓർത്തോണം. സിമെട്രിക് എൻക്രിപ്ഷനകത്താണെങ്കിൽ നമ്മൾ എന്താണ്, ഒരു കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ഉണ്ട്. എന്നിട്ട് എയ്ക്കോ ബിക്കോ കീ വേണമെങ്കിൽ അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുത്ത് കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററാണ് എന്ത് ചെയ്യുക, തിരിച്ച് സെഷൻ കീ അല്ലെങ്കിൽ മാസ്റ്റർ കീ ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ എന്നൊരു കൺസെപ്റ്റേ ഇല്ല. അത് മനസ്സിലാക്കി പഠിച്ചോണം. അവരവർക്ക് ആവശ്യമുള്ള കീസ് അതാത് പാർട്ടീസ് തന്നെയാണ് ജനറേറ്റ് ചെയ്യുക. അതാണ് മെയിൻ വ്യത്യാസം. അപ്പോൾ ഇവിടെ എയ്ക്ക് ബിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസിമെട്രിക് എൻക്രിപ്ഷൻ ആയതുകൊണ്ട് തന്നെ 2 കീസ് ജനറേറ്റ് ചെയ്യണം. അതായത് പബ്ലിക് കീയും പ്രൈവറ്റ് കീയും അതിൻ്റെ ഒരു പെയറാണ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ എ ക്രിയേറ്റ് ചെയ്യുന്ന പബ്ലിക് കീ ആണെങ്കിൽ PUA, പ്രൈവറ്റ് കീ PRA. അപ്പോൾ ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി ബിയിലേക്ക് എ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു കണക്ഷൻ വേണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അതായത് എയ്ക്ക് ആവശ്യമുള്ള സെഷൻ കീ കിട്ടണം എന്നാണ് റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ എ ബിയിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പം ഏത് കീയാണ് യൂസ് ചെയ്യുക? 2 കീ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ബിക്ക് സെൻഡ് ചെയ്യുമ്പോൾ പബ്ലിക് കീ മാത്രമേ എടുക്കുകയുള്ളൂ. എയുടെ പബ്ലിക് കീയും അതുപോലെ തന്നെ എന്താണ്, എയുടെ എ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡൻറ്റിഫയറും. ഇത് രണ്ടുമാണ് ബിക്ക് സെൻഡ് ചെയ്യുന്ന മെസ്സേജിനകത്ത് ഉണ്ടാവുക. പ്രൈവറ്റ് കീ എ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കും. എന്നിട്ട് പബ്ലിക് കീയും എയുടെ ഐഡൻറ്റിഫയറും കൂടെ ചേർത്തിട്ട് ബിയിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യും. നോക്കിയേ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടോ? PUAയും അതായത് എയുടെ പബ്ലിക് കീയും എയുടെ ഐഡൻറ്റിറ്റിയും കൂടെയാണ് ബിയിലേക്ക് സെൻഡ് ചെയ്യുക. ഇനി അത് കിട്ടിക്കഴിയുമ്പോൾ ബി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചൊരു മെസ്സേജ് കൊടുക്കണമല്ലോ. അതായത് സെഷൻ കീക്ക് വേണ്ടിയിട്ടാണല്ലോ എ റിക്വസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ ബി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടൊരു സെഷൻ അല്ലെങ്കിൽ സീക്രട്ട് കീ KS എന്ന് പറയുന്നൊരു കീ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ എയ്ക്ക് കൊടുക്കണം. എയ്ക്ക് കൊടുക്കുമ്പം നമ്മൾ അപ്പുറത്തെ കേസിൽ, അതായത് നമ്മുടെ ആദ്യത്തെ എസ്എ ക്വസ്റ്റിനകത്ത് നമ്മൾ പഠിച്ചത് എൻക്രിപ്റ്റ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ്? മാസ്റ്റർ കീ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ കേസിൽ 2 കീസ് അല്ലേ ഉള്ളൂ, പ്രൈവറ്റും പബ്ലിക് കീയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ബി തിരിച്ച് എയ്ക്ക് സെൻഡ് ചെയ്യുന്ന മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയുടെ പബ്ലിക് കീ ആണ് യൂസ് ചെയ്യുക. കാരണം എയ്ക്ക് അത് എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റാവുള്ളൂ. കണ്ടോ കാണിച്ചിരിക്കുന്നത്? ബി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് സെഷൻ കീ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ എന്ത് വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എയുടെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. എന്നിട്ട് അതിനെ എയ്ക്ക് സെൻഡ് ചെയ്യും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ എയ്ക്ക് കിട്ടിക്കഴിയുമ്പം എ എന്ത് ചെയ്യണം? അതിനെ ഡിക്രിപ്റ്റ് ചെയ്താലല്ലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബി സെൻഡ് ചെയ്ത സെഷൻ കീ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യണം. ഡിക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ എയുടെ കയ്യിൽ ഏത് കീയാണ് ഉള്ളത്? എ ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ച പ്രൈവറ്റ് കീ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയത് എന്താണെന്ന് നോക്കിയേ?
എയുടെ സെഷൻ കീയും എയുടെ പബ്ലിക് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ആര് സെൻഡ് ചെയ്തു? ബി എയിലേക്ക് സെൻഡ് ചെയ്തു. കണ്ടോ കാണിച്ചിരിക്കുന്നത്? EOF PUA, ഇതിപ്പോൾ എക്ക് കിട്ടി. അതിനെ എന്ത് ചെയ്യണം? എയുടെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് ഡിക്രിപ്റ്റ് ചെയ്യണം. ഡിക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? കറസ്പോണ്ടിങ് സെഷൻ കീ അല്ലെങ്കിൽ സീക്രട്ട് കീ കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബിക്ക് അറിയാം സീക്രട്ട് കീ എന്താണെന്ന്, കിട്ടിയ എയ്ക്കും അറിയാം സീക്രട്ട് കീ എന്താണെന്ന്. അപ്പോൾ രണ്ടു പേർക്കും കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, PUAയും PRAയും, അതായത് എ ജനറേറ്റ് ചെയ്ത് വെച്ച രണ്ട് കീ പെയർ ഉണ്ടല്ലോ, പബ്ലിക് കീയും പ്രൈവറ്റ് കീയും, അതിനെ രണ്ടിനെയും എ ഡിസ്കാർഡ് ചെയ്യും. അതുപോലെ തന്നെ ബി എന്ത് ചെയ്യും? ബിക്ക് ആകെ കിട്ടിയ കീ എന്താണ്? എയുടെ പബ്ലിക് കീ അല്ലേ കിട്ടിയിട്ടുള്ളൂ, അതിനെ ബിയും ഡിസ്കാർഡ് ചെയ്ത് കളയും. കാരണം ഇവർക്ക് ഇനി സെഷൻ കീ മാത്രം മതി. ആ സെഷൻ കീ യൂസ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം? എയ്ക്കും ബിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പം നമ്മൾ സിമെട്രിക് കീ ഡിസ്ട്രിബ്യൂഷൻ യൂസിങ് സിമെട്രിക് എൻക്രിപ്ഷനകത്താണെങ്കിൽ ഓർത്തോണം, ഒരൊറ്റ കീയേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ സെഷൻ കീ കാണും, അതിനെ എൻക്രിപ്റ്റ് ചെയ്യാൻ ഒരു മാസ്റ്റർ കീ കാണും. ഈ പറഞ്ഞ കീസ് എല്ലാം കൊടുക്കുന്ന ആരായിരിക്കും? ഒരു കീ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ആയിരിക്കും. അതാണ് അവിടുത്തെ കൺസെപ്റ്റ്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് സിമെട്രിക് കീ ഡിസ്ട്രിബ്യൂഷൻ യൂസിങ് അസിമെട്രിക് എൻക്രിപ്ഷനാണ്. അതായത് പബ്ലിക് കീയും പ്രൈവറ്റ് കീയും യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എൻക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്ക് ബിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ എ ആദ്യമായിട്ട് എയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പബ്ലിക് കീയും പ്രൈവറ്റ് കീയും ജനറേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ബിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എയുടെ പബ്ലിക് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ബിക്ക് റിക്വസ്റ്റ് അയക്കും. പ്ലസ് എയുടെ ഐഡൻറ്റിഫയറും കൂടെ ആഡ് ചെയ്തിട്ടാണ് അയക്കുക. ഇത് കിട്ടിക്കഴിയുമ്പോൾ ബി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കറസ്പോണ്ടിങ് സീക്രട്ട് കീ അല്ലെങ്കിൽ സെഷൻ കീ ജനറേറ്റ് ചെയ്യും. ജനറേറ്റ് ചെയ്തിട്ട് അതും ആ സെഷൻ കീയെയും അതുപോലെ തന്നെ എയുടെ ഐഡൻറ്റിറ്റി ഓൾറെഡി കിട്ടിയല്ലോ, അതിനെ എയുടെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. കാരണം ഇപ്പോൾ പബ്ലിക് കീ അല്ലേ കിട്ടിയിട്ടുള്ളൂ. ആ പബ്ലിക് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ആർക്ക് സെൻഡ് ചെയ്യും? തിരിച്ച് എയ്ക്ക് സെൻഡ് ചെയ്യും. അത് കിട്ടിക്കഴിയുമ്പോൾ എ എന്ത് ചെയ്യും? ആ എൻക്രിപ്റ്റ് ചെയ്ത ഫോമിലുള്ളതിനെ ഡിക്രിപ്റ്റ് ചെയ്താലല്ലേ സെഷൻ കീ കിട്ടത്തുള്ളൂ. അപ്പോൾ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? എയുടെ പബ്ലിക് കീ വെച്ചിട്ടാണ്. അതിനെ എയുടെ കയ്യിലുള്ള പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡിക്രിപ്റ്റ് ചെയ്യും. ഡിക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സീക്രട്ട് കീ കിട്ടും. സീക്രട്ട് കീ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേരും അവരവരുടെ സൈഡിലുള്ള പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കീസിനെ എന്ത് ചെയ്യും? ഡിസ്കാർഡ് ചെയ്ത് കളയും. ഇനി അവർക്ക് സെഷൻ കീ മാത്രം മതി. അത് യൂസ് ചെയ്തിട്ട് എയ്ക്കും ബിക്കും കമ്മ്യൂണിക്കേഷൻ നടത്താം. അതാണ് സിമ്പിൾ പ്രൊസീജിയർ. അപ്പോൾ ആ പ്രൊസീജിയറാണ് നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്? ഇൻസെക്യൂർ ആണ്. അതായത് ഇവിടെ ഇടയ്ക്കു നിന്നുള്ള ഒരാൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ അറ്റാക്കിന് നമ്മൾ നേരത്തെ ഒരു പേര് പറഞ്ഞായിരുന്നു, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. ഈ രണ്ട് പേർക്ക് ഇടയ്ക്ക് ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിലും ഇവിടെ വരാവുന്ന ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കാണ്. അതായത് എയും ബിയും എന്ന് പറയുന്ന ആലീസും ബോബും ആണെന്ന് നമുക്കറിയാം. ഇവർക്കിടയ്ക്ക് ആര് വരും? ഡാർത്ത് എന്ന് പറയുന്ന ഒരു മാൻ വരും. അപ്പോൾ ഇവർ രണ്ടുപേരും സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ഈ ഡാർത്തിന് അക്സെപ്റ്റ് ചെയ്യാം, അതിൽ മോഡിഫിക്കേഷൻ വരുത്താം, എന്നിട്ട് സെൻഡ് ചെയ്യാം. പക്ഷെ ആക്ച്വലി എയും ബിയും അറിയുന്നില്ല ഇവർക്കിടയ്ക്ക് ഒരു ആൾ ഉണ്ടെന്നുള്ളത്. അതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് എക്സാമ്പിളാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ആലീസ് ഉണ്ട്, ബോബ് ഉണ്ട്. ആലീസിന് ബോബിന് മെസ്സേജ് സെൻഡ് ചെയ്യണം. പക്ഷേ ഇവരുടെ ഇടയ്ക്ക് ആരുണ്ട്? ഒരു ഡാർത്ത് എന്ന് പറയുന്ന ഒരു മിഡിൽ അറ്റാക്കർ ഉണ്ട്. ഇവിടെ നടക്കുന്ന പ്രൊസീജിയർ നോക്കിയേ. നമ്മളിപ്പോൾ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെയാണ്. എക്ക് ബിയിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേ? എ ആവശ്യമായിട്ടുള്ള പബ്ലിക് പ്രൈവറ്റ് കീ പെയർ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ സെൻറ്ററിൻ്റെ പബ്ലിക് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് മെസ്സേജിനെ ബിയിലേക്ക് സെൻഡ് ചെയ്യുക. പ്ലസ് എന്തും കൂടെ ആഡ് ചെയ്യും? എയുടെ ഐഡൻറ്റിഫയറും കൂടെ ആഡ് ചെയ്യും. സെയിം തന്നെയാണ് ഇവിടെയും. ആലീസ് അല്ലെങ്കിൽ എ ഒരു പബ്ലിക് പ്രൈവറ്റ് കീ പെയർ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു മെസ്സേജ് ബിയിലേക്ക് സെൻഡ് ചെയ്യും. ആ മെസ്സേജിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? എയുടെ പബ്ലിക് കീ ഉണ്ടാവും, പ്ലസ് എയുടെ ഐഡൻറ്റിഫയർ ഉണ്ടാവും. അത് സെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഫിഗറിനകത്ത് നോക്കിയേ, ആലീസ് ഇത് സെൻഡ് ചെയ്യുന്നതാണ് നമുക്ക് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ബോക്സ്. കണ്ടോ? പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ജനറേറ്റ് ചെയ്തു. എന്നിട്ട് എയുടെ പബ്ലിക് കീയും എയുടെ ഐഡൻറ്റിഫയറും കൂടെ ആർക്ക് സെൻഡ് ചെയ്യണം? ബോബിനാണ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആലീസ് സെൻഡ് ചെയ്തു. പക്ഷേ ഇത് ആക്ച്വലി കിട്ടുന്ന ആർക്കാണ്? ഇതിനിടയ്ക്കുള്ള ഡാർത്തിനാണ് കിട്ടുക. പക്ഷേ ആലീസിന് അറിയത്തില്ല. ആലീസ് വിചാരിക്കുന്നത് എന്താണ്? ബോബിന് കിട്ടിയെന്നാണ് വിചാരിക്കുക. അപ്പോൾ ഡാർത്തിന് കിട്ടിക്കഴിയുമ്പോൾ ഡാർത്ത് എന്ത് ചെയ്യും? ഈ മെസ്സേജിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യും. മെസ്സേജ് ഐഡൻറ്റിഫൈ ചെയ്യും. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഡാർത്ത് എന്ത് ചെയ്യും? ഡാർത്തും ഈ കമ്മ്യൂണിക്കേഷനകത്തുള്ള ആളായതുകൊണ്ട് ഡാർത്ത് സ്വന്തമായിട്ട് ഒരു പബ്ലിക് കീയും പ്രൈവറ്റ് കീയും ജനറേറ്റ് ചെയ്യും.
അപ്പോൾ ഡാർത്തിൻ്റെ പബ്ലിക് കീ ആണ് എന്ത്? PUD, കറസ്പോണ്ടിങ് പ്രൈവറ്റ് കീ PRD. അതായത് ആ താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അവരുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ്. അത് വെച്ചിട്ടാണ് കീ ആരുടെ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഡാർത്തിൻ്റെ കീ പെയർ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏതാണ്? ഡാർത്തിൻ്റെ പബ്ലിക് കീ വെച്ചിട്ടാണ്. ആക്ച്വലി ആരുടെ ആയിരുന്നു സെൻഡ് ചെയ്യേണ്ടത്? ആലീസിൻ്റെ പബ്ലിക് കീ ആയിരുന്നു. പക്ഷേ അത് മാറ്റിയിട്ട് ഡാർത്ത് എന്ത് ചെയ്തു? ഡാർത്തിൻ്റെ പബ്ലിക് കീയും അതുപോലെ തന്നെ ആലീസിൻ്റെ ഐഡൻറ്റിറ്റിയും. കാരണം ബോബിന് ആലീസിൻ്റെ ഐഡൻറ്റിറ്റി അറിയാമല്ലോ. അതുകൊണ്ട് ഡാർത്തിൻ്റെ പബ്ലിക് കീയും ആലീസിൻ്റെ ഐഡൻറ്റിറ്റിയും കൂടെ ചേർത്തിട്ടാണ് ബോബിന് സെൻഡ് ചെയ്യുക. കണ്ടോ കാണിച്ചിരിക്കുന്നത്? ഡാർത്ത് എന്ത് ചെയ്തു? പ്രൈവറ്റ് കീ പബ്ലിക് കീ ജനറേറ്റ് ചെയ്തു. എന്നിട്ട് ഡാർത്തിൻ്റെ പബ്ലിക് കീയും എയുടെ ഐഡൻറ്റിറ്റിയും കൂടെ ബോബിന് സെൻഡ് ചെയ്തു. അപ്പോൾ ആ ഓരോ ആരോ മാർക്കിൻ്റെ താഴെയാണ് ബോക്സ് കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്നുള്ള മീനിങ്ങിലാണ്. അപ്പോൾ ബോബിന് കിട്ടിക്കഴിയുമ്പം ബോബ് എന്ത് ചെയ്യും? ആലീസ് ശരിക്കും ബോബിന് എന്തിനാണ് സെൻഡ് ചെയ്തേ? സെഷൻ കീ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബോബിന് ഈ റിക്വസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ ബോബ് എന്താ ചെയ്യുന്നത്? കറസ്പോണ്ടിങ് സീക്രട്ട് കീ ജനറേറ്റ് ചെയ്യും. സീക്രട്ട് കീ ജനറേറ്റ് ചെയ്തിട്ട് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. എന്തിനേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇപ്പം ബോബിന് എന്താ കിട്ടിയത്? PUD, അതായത് ഡാർത്തിൻ്റെ പബ്ലിക് കീ കിട്ടിയിട്ടുണ്ട്. ആ പബ്ലിക് കീയും സെഷൻ കീയും കൂടെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ആർക്ക് സെൻഡ് ചെയ്യും? ബി അത് ക്രിയേറ്റ് ചെയ്തിട്ട് ആർക്ക് സെൻഡ് ചെയ്യുന്നത്? ഡിക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ ബോബ് ശരിക്കും ഇവിടെ സെൻഡ് ചെയ്യുന്നത് ആലീസിനാണ് സെൻഡ് ചെയ്യുന്നത്. പക്ഷേ ആലീസിന് ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് ഒരു മിഡിൽ അറ്റാക്കർ ഉണ്ട്, ഡാർത്ത് എന്ന് പറയുന്നത്. അത് ബോബിന് അറിയത്തില്ല. അപ്പോൾ ബോബ് ശരിക്കും സെൻഡ് ചെയ്യുമ്പോൾ വിചാരിക്കുന്നത് ആലീസിന് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ആർക്കാണ് ആക്ച്വലി കിട്ടുക? ഡാർത്തിനാണ് ആക്ച്വലി ഇവിടെ കിട്ടുന്നത്. കണ്ടോ കാണിച്ചിരിക്കുന്നത്? ബോബ് ഇപ്പം കിട്ടിയ ആ PUD, അതായത് ഡാർത്തിൻ്റെ പബ്ലിക് കീയും പ്ലസ് സെഷൻ കീയും കൂടെ ആർക്ക്? ആലീസിനെ സെൻഡ് ചെയ്യുന്നതെന്ന് ഓർക്കുന്നത്. പക്ഷേ ഇത് കിട്ടുന്നത് ആർക്കാണ്? ഡാർത്തിന് കിട്ടും. ഡാർത്തിന് കിട്ടിക്കഴിയുമ്പോൾ ഡാർത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജിനെ ഐഡൻറ്റിഫൈ ചെയ്യും. ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും? ഡാർത്തിന് സെഷൻ കീ കിട്ടും. സെഷൻ കീ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജ് അല്ലേ വിട്ടിരിക്കുന്നത്. കണ്ടോ എന്ത് വെച്ചിട്ടാണ്? ഡാർത്തിൻ്റെ പബ്ലിക് കീയും സെഷൻ കീയും കൂടെയാണ് എൻക്രിപ്റ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ആരുടെ പബ്ലിക് കീ വെച്ചിട്ടാണോ എൻക്രിപ്റ്റ് ചെയ്യുന്നത് അതിനെ ഡിക്രിപ്റ്റ് ചെയ്യാൻ എന്ത് വെച്ചിട്ടായിരിക്കും? അയാളുടെ പ്രൈവറ്റ് കീ വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഡാർത്തിൻ്റെ പബ്ലിക് കീ വെച്ചിട്ടല്ലേ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡാർത്ത് എന്ത് ചെയ്യും? ഡാർത്തിൻ്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് ആ സെഷൻ കീ എന്ത് ചെയ്യും? ഡിക്രിപ്റ്റ് ചെയ്തെടുക്കും. കണ്ടോ കാണിച്ചിരിക്കുന്നത്? അതായത് PUD, ഡാർത്തിൻ്റെ പബ്ലിക് കീയും സെഷൻ കീയും കൂടെ എൻക്രിപ്റ്റ് ചെയ്തത് കിട്ടി. അതിനെ ഡാർത്തിൻ്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് ഡിക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഡാർത്തിന് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് സെഷൻ കീ കിട്ടും. സെഷൻ കീ കിട്ടിക്കഴിയുമ്പം കണ്ടോ അതായി കാണിച്ചിരിക്കുന്നത് KS എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. സെഷൻ കീ കിട്ടിക്കഴിയുമ്പോൾ ഡാർത്തിന് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ആ മെസ്സേജിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ വരുത്താം. ഇനി ഈ മെസ്സേജിനെ ഡാർത്ത് ആർക്ക് സെൻഡ് ചെയ്യണം? ആലീസിന് സെൻഡ് ചെയ്യണം. കാരണം ആലീസിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ആലീസിന് എന്ത് മനസ്സിലാവും? ഇടയ്ക്കൊരു അറ്റാക്കർ ഉണ്ടെന്ന് മനസ്സിലാവും. അത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഡാർത്ത് എന്ത് സെൻഡ് ചെയ്യും? എയുടെ പബ്ലിക് കീയും സെഷൻ കീയും, ഇപ്പോൾ കിട്ടിയ സെഷൻ കീയും എയുടെ പബ്ലിക് കീയും കൂടെ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് എയ്ക്ക് സെൻഡ് ചെയ്യും. കാരണം എയുടെ പബ്ലിക് കീ ഓൾറെഡി ഡാർത്തിൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ആ പബ്ലിക് കീ തന്നെ വെച്ചിട്ട് സെൻഡ് ചെയ്യും. സെൻഡ് ചെയ്ത് കഴിയുമ്പം ആലീസിന് കിട്ടിയല്ലോ സെഷൻ കീ. ആലീസിന് സെഷൻ കീ കിട്ടിക്കഴിയുമ്പോൾ ആലീസിന് എന്ത് ചെയ്യാം? കറസ്പോണ്ടിങ് ആലീസിൻ്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് ഡിക്രിപ്റ്റ് ചെയ്യുമ്പോൾ സെഷൻ കീ ആലീസിന് മനസ്സിലാവും. ആക്ച്വലി ഇവിടെ ശരിക്കും മെസ്സേജിനകത്ത് ഡാർത്ത് മോഡിഫിക്കേഷൻ ഒന്നും വരുത്തിയിട്ടില്ല. പക്ഷെ സംഭവിച്ച കാര്യം എന്താണ്? ഡാർത്തിന് ഇവരുടെ രണ്ടു പേർക്കും ഷെയർ ചെയ്ത സെഷൻ കീ കിട്ടി. അതുകൊണ്ട് ഡാർത്തിന് ഇവർ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് എല്ലാം കാണാം. വേണമെങ്കിൽ അതിൽ നിന്നും ആവശ്യമുള്ള സീക്രട്ട് ഡാറ്റാസ് എല്ലാം എടുക്കാം. അതാണ് ഇവിടെ നടക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ആക്ച്വലി എയ്ക്കും ബിക്കും അറിയത്തില്ല ഇങ്ങനെ ഡാർത്ത് എന്ന് പറയുന്ന ഒരാൾ മിഡിൽ പേഴ്സൺ ആയിട്ട് ഇവരുടെ ഇടയ്ക്ക് ഉണ്ടെന്നുള്ളത് എയ്ക്കും ബിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇവരുടെ ഇടയ്ക്കുള്ള ഡാർത്ത് എന്ത് ചെയ്യും? ഇതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. അപ്പോൾ ആക്ച്വലി ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലീസിൻ്റെ പബ്ലിക് യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ആലീസ് എന്ത് ചെയ്തത്? ബോബിന് അയച്ചത്. അപ്പം ഡാർത്ത് എന്ത് ചെയ്തു? ആലീസിൻ്റെ പബ്ലിക് കീക്ക് പകരം ഡാർത്തിൻ്റെ പബ്ലിക് കീ അവിടെ കയറ്റിയിട്ട് സെൻഡ് ചെയ്തു. അപ്പോൾ തിരിച്ച് ബോബ് എന്താ ചെയ്യുന്നത്? കിട്ടുന്ന ആ പബ്ലിക് കീ വെച്ചിട്ടല്ലേ ബോബ് എന്ത് ചെയ്യുക? എൻക്രിപ്റ്റ് ചെയ്യുക. ബോബിന് കിട്ടിയത് ഡാർത്തിൻ്റെ പബ്ലിക് കീ ആണ്. പക്ഷേ ബോബ് വിചാരിക്കുന്ന ആലീസിനെ ആണെന്നല്ലേ വിചാരിക്കുന്നത്. അപ്പോൾ ബോബ് അത് യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്ത് വിടുന്നു. അപ്പം ആ പബ്ലിക് കീ ഡാർത്തിൻ്റെ പബ്ലിക് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഡിക്രിപ്റ്റ് ചെയ്യാനും ആർക്കേ പറ്റുള്ളൂ? ഡാർത്തിനേ പറ്റുള്ളൂ. അപ്പോൾ ഡാർത്തിന് സെഷൻ കീ കിട്ടി. ഇനി ആലീസിന് അത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഡാർത്ത് എന്ത് ചെയ്തു? ആലീസിൻ്റെ പബ്ലിക് കീ ഡാർത്തിൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ
അപ്പോൾ ആ കിട്ടിയ സെഷൻ കീയും ആലീസിൻ്റെ പബ്ലിക് കീയും കൂടെ യൂസ് ചെയ്ത് ആലീസിന് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ആലീസിന് ആവശ്യമുള്ള സെഷൻ കീ ആലീസ് എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആലീസിൻ്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് ഡിക്രിപ്റ്റ് ചെയ്ത് ആലീസിൻ്റെ സെഷൻ കീ കിട്ടി. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ഇതെല്ലാം ഈ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് അല്ലെങ്കിൽ ഈ മിഡിലുള്ള ഡാർത്ത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി ഈ പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് അടുത്ത ടോപ്പിക്ക് വരിക. കണ്ടോ കാണിച്ചിരിക്കുന്നത്, സീക്രട്ട് കീ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഓതൻറ്റിക്കേഷൻ. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞതിനകത്ത് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്നൊരു പ്രോബ്ലം വരുന്നുണ്ട്. അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, കറക്റ്റായിട്ടുള്ള ആളാണ് സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സീക്രട്ട് കീ ഡിസ്ട്രിബ്യൂഷനകത്ത് കോൺഫിഡൻഷ്യാലിറ്റിയും വരണം, ഓതൻറ്റിക്കേഷനും വരണം. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ എ ബിക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുവാണെങ്കിൽ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് അവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എയ്ക്ക് ബിയിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ എ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിയുടെ പബ്ലിക് കീ ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അവരുടെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്തിട്ട് എയുടെ ഐഡൻറ്റിഫയറും പ്ലസ് ഒരു യൂണീക്ക് ഐഡൻറ്റിഫയർ നോൺസും കൂടെ കൂട്ടിയാണ് ബിയിലേക്ക് സെൻഡ് ചെയ്യുക. കണ്ടോ കാണിച്ചിരിക്കുന്നത്, എക്ക് ബിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ എ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞേ, എൻക്രിപ്റ്റ് ചെയ്യുന്ന എന്ത് യൂസ് ചെയ്തിട്ടാണ്, ബിയുടെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. ആ സെൻഡ് ചെയ്യുന്ന മെസ്സേജിനകത്ത് എന്തൊക്കെയുണ്ട്, ഒരു എയുടെ ഐഡൻറ്റിഫയർ കാണും, ഒരു നോൺസ് കാണും. ഇതിനെ രണ്ടിനെയും കൂടെ ബിയുടെ പബ്ലിക് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്യും. ഇനി ബിക്ക് ഇത് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് എക്ക് മെസ്സേജ് സെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അവരുടെ പബ്ലിക് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുക. അപ്പോൾ ബിക്ക് എക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ എയുടെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്ത് വിടുന്ന റെസ്പോൺസിനകത്ത് എന്തൊക്കെ വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എ ക്രിയേറ്റ് ചെയ്ത നോൺസ് വരും, N1 വരും. അതുപോലെ ബി സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നോൺസ് വരും, N2. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യും, എയുടെ പബ്ലിക് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് എക്ക് തിരിച്ച് റെസ്പോൺസായിട്ട് സെൻഡ് ചെയ്യും. ഇനി ഇത് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എ ഇത് കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് റെസ്പോൺസ് കൊടുക്കണം. ഇവർ രണ്ടുപേരും തമ്മിൽ ആദ്യം എന്ത് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓതൻറ്റിക്കേറ്റ് ചെയ്യുവാണ്. എ ബിക്കാണ് സെൻഡ് ചെയ്യുന്നത്, ബി എക്കാണ് സെൻഡ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുക. അപ്പം ബി N2 എക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എ അത് കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബി സെൻഡ് ചെയ്ത് എന്തായിരുന്നു, N2 അല്ലായിരുന്നോ, ആ N2നെ തിരിച്ച് ബിക്ക് സെൻഡ് ചെയ്യും. എങ്ങനെ, ബിയുടെ പബ്ലിക് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യും. അതായത് ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അവരുടെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് N2 സെൻഡ് ചെയ്ത് കഴിയുമ്പം എക്കും ബിക്കും മനസ്സിലാവും എക്ക് കിട്ടിയിട്ടുമുണ്ട് ബിക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവർ കറക്റ്റായിട്ട് ഓതൻറ്റിക്കേറ്റ് ചെയ്തു. ഇനിയാണ് ആക്ച്വൽ കമ്മ്യൂണിക്കേഷൻ വരിക. എ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഒരു സീക്രട്ട് കീ KS അത് സെലക്ട് ചെയ്യും. എന്നിട്ട് അതിനെ ഒരു മെസ്സേജായിട്ട് ബിക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ നോക്കിയേ, സെഷൻ കീ കിട്ടി. ആ സെഷൻ കീ എന്ന് പറയുന്ന KS ആണ്. ആ സെഷൻ കീ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എയുടെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. അതായത് ടോട്ടൽ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ട എന്താണ്, സെഷൻ കീ ആണ്. അതിനെ സെൻഡ് ചെയ്യുന്ന ആളുടെ പ്രൈവറ്റ് കീ, അതായത് എയുടെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്തിട്ട് ആർക്കാണ് സെൻഡ് ചെയ്യേണ്ടത്, ബിക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ടോട്ടൽ മെസ്സേജിനെ ബിയുടെ പബ്ലിക് കീ യൂസ് ചെയ്ത് ഒന്നും കൂടെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ബിക്ക് സെൻഡ് ചെയ്യും. കിട്ടിയോ? അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് നോക്കിയേ, എ ആദ്യം രണ്ടുപേരും ഓതൻറ്റിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവർക്ക് കോൺഫിഡൻഷ്യാലിറ്റി പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പോൾ എക്ക് ബിക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവരുടെ പബ്ലിക് കീ യൂസ് ചെയ്ത് വേണം എൻക്രിപ്റ്റ് ചെയ്യാൻ. എങ്കിലല്ലേ അവർക്കത് അവരുടെ പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് ഡിക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എക്ക് ബിക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിയുടെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്ന മെസ്സേജിനകത്ത് എയുടെ ഐഡൻറ്റിറ്റിയും കാണും, പ്ലസ് ഒരു യൂണീക്ക് ഐഡൻറ്റിഫയർ N1 കാണും. കാരണം നമ്മുടെ ഈ ട്രാൻസാക്ഷനകത്ത് ഇവർ രണ്ടുപേരും ആദ്യം ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇത് കിട്ടിക്കഴിയുമ്പോൾ ബി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തിരിച്ച് റെസ്പോൺസ് കൊടുക്കണം. ഇത് കിട്ടിയെന്ന് മനസ്സിലാവണ്ടേ. അപ്പം ബി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണം. എങ്ങനെ, എയുടെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. അതിനകത്ത് എന്തൊക്കെ കാണും, ബി ഒരു യൂണീക്ക് ഐഡൻറ്റിഫയർ N2 സെൻഡ് ചെയ്യും,
പ്ലസ് എയുടെ കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എയുടെ ആ നോൺസും കൂടെ ആഡ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുക. ഇപ്പോൾ അത് ആർക്ക് കിട്ടി? എയ്ക്ക് കിട്ടി. എയ്ക്ക് കിട്ടിക്കഴിയുമ്പോൾ ബി അയച്ച മെസ്സേജ് എയ്ക്ക് കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടി എ എന്ത് ചെയ്യും? ബി കൊടുത്ത N2 എന്ന് പറയുന്ന യൂണീക്ക് ഐഡൻറ്റിഫയർ ഉണ്ടല്ലോ, അത് ബി അല്ലായിരുന്നു കൊടുത്തേ. ആ മെസ്സേജ് കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബി കൊടുത്ത N2നെ തന്നെ തിരിച്ചൊന്നും കൂടെ സെൻഡ് ചെയ്യും. കിട്ടിയെന്ന് ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തിരിച്ച് സെൻഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ബിയുടെ പബ്ലിക് യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ബിയിലേക്ക് സെൻഡ് ചെയ്യും. ഇത്രയും ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിലാവും എയും ബിയുമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓതൻറ്റിക്കേറ്റ് ചെയ്ത് വെച്ചു. ഇനിയാണ് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള സീക്രട്ട് കീ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇവിടെ എ സെലക്ട് ചെയ്യുവാണ്. എ ഒരു സീക്രട്ട് കീ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ സീക്രട്ട് കീ എന്ത് ചെയ്യണം? എൻക്രിപ്റ്റഡ് ആയിട്ട് ബിക്ക് കൊടുക്കണം. അപ്പം എ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സീക്രട്ട് കീയെ എങ്ങനെ എൻക്രിപ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ആരാണോ സെലക്ട് ചെയ്തത്, എ അല്ലേ സെലക്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ എയുടെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് സീക്രട്ട് കീയെ എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്തിട്ട് ആ ടോട്ടൽ മെസ്സേജിനെ ബിയുടെ പബ്ലിക് കീ യൂസ് ചെയ്ത് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുക. അപ്പോൾ ഇത് ബിയുടെ സൈഡിൽ കിട്ടുമ്പോൾ ബി എന്ത് ചെയ്യും? ആ മെസ്സേജിനെ ബിയുടെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട്, അപ്പോൾ ഇപ്പോൾ എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എയുടെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടാണ് ആ മെസ്സേജിനെ ബിയുടെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് ഡിക്രിപ്റ്റ് ചെയ്യും. ഡിക്രിപ്റ്റ് ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ്, ഇപ്പം നമുക്ക് ആ സെഷൻ കീ മാത്രമേ കിട്ടിയുള്ളൂ. ടോട്ടൽ മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ട് എയുടെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് അതിനെ ഒന്നും കൂടി ഡിക്രിപ്റ്റ് ചെയ്യും. അപ്പോൾ എ സെൻഡ് ചെയ്ത സീക്രട്ട് കീ എന്താണെന്നുള്ളത് ബിക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അസിമെട്രിക് എൻക്രിപ്ഷനകത്ത് കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ ഓതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ അതിൽ നിന്നും പഠിച്ചാൽ മതി. ഹൈബ്രിഡ് സ്കീം നോക്കണ്ട, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.